ഇന്ന് നമ്മൾ ഇവളുടെ അമ്മപ്പശുവിനെ ചികിത്സിക്കാൻ പോവാണ്. ഇത് നെയ്യാർ ഡാമിന്റെ ബണ്ട് ഏരിയയാണ് കേട്ടോ. മഴ പെയ്ത് വെള്ളം കയറിയത് കാരണം വണ്ടി പോത്തില്ല. സോ നടക്കുക. ഇനിയിപ്പോ നടക്കാൻ പറ്റിയില്ലെങ്കിൽ പ്ലെയിൻ പിടിച്ചേലും പോകേണ്ട അവസ്ഥയാണ്. ചിലര് നമ്മളോടൊരു ഇമോഷണൽ ബ്രിഡ്ജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ബ്രിഡ്ജ് കാരണം അത്യാവശ്യം ലീവ് എടുത്തിട്ട് ഡോക്ടർ ഇവളെ വന്ന് നോക്കുന്നത് വരെ എനിക്ക് സ്വസ്ഥതയില്ല എന്നൊരൊറ്റ ഡയലോഗില് ലീവ് ക്യാൻസലാക്കി പോയ ദിവസമുണ്ട്. ഞങ്ങളുടെ നടത്തിയിട്ട് ദൂരം കുറയ്ക്കാൻ വേണ്ടി അവളെ കുറച്ചു ദൂരം ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞതാ. പക്ഷെ വന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ദേ ഇവള് മാത്രം ഇവിടെ നിൽപ്പുണ്ട്. റോഡ് സൈഡിലെ ടെറസ് വീട്ടുന്ന ജീവിത സാഹചര്യങ്ങൾ കാരണം ഈ ഒരു സ്ഥലത്തേക്ക് താമസം മാറേണ്ടി വന്നവരാണ് ഇവിടുത്തെ ചേട്ടനും ചേച്ചി. ഈ മിണ്ടാപ്രാണികൾക്ക് വേണ്ട താമസത്തിനും ചികിത്സയ്ക്കും ഭക്ഷണത്തിനും ഒന്നും ഇവര് ഒരു മുടക്കവും വരുത്തുന്നില്ല. അപ്പൊ നമ്മളും അതിനൊപ്പം നിന്നേ പറ്റത്തുള്ളൂ. ചികിത്സയൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നേരം ഇവള് ഭക്ഷണം കഴിക്കാത്തോണ്ട് ഞങ്ങളും കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോ കണ്ണ് നനയുന്നത് ഞാൻ കണ്ടില്ല എന്ന് വരുത്താൻ ഇവളിപ്പോ തന്നെ ഉഷാറായില്ലേ എന്ന് പറഞ്ഞ് തിരിച്ചു നടക്കുമ്പോ നാളെ എന്നെ വീണ്ടും ഇങ്ങോട്ട് വരുത്തല്ലേ എന്നായിരുന്നു മനസ്സിലെ പ്രാർത്ഥന മുഴുവൻ. പിറ്റേന്ന് രാവിലെ മിസ്ഡ് കോൾ കണ്ട് തിരിച്ചു വിളിച്ചപ്പോൾ അങ്ങേ തലയ്ക്കൽ സന്തോഷത്തോടും അതിലേറെ സ്നേഹത്തോടുമുള്ള ഡോക്ടറെ എന്നുള്ള ചേച്ചിയുടെ വിളി കേട്ടപ്പോൾ മനസ്സിലായി എൻ്റെ പ്രാർത്ഥന ഫലം കണ്ടെന്ന്.